الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിനെ അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മനുഷ്യരെ സ്നേഹിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും സമൂഹത്തിൻ്റെ വേദനകൾ അത് സ്വന്തം വേദനയായി കാണുകയും ചെയ്യുക എന്നത് നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരു അടയാളമായിരുന്നു. പ്രവാചകൻ മതത്തെ ഒരിക്കലും വെറും വ്യക്തിപരമായ ഒരു ആരാധനാ കർമ്മങ്ങളിലേക്ക് ചുരുക്കിയിട്ടില്ല. കാരണം ഇസ്ലാം പള്ളിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന ഒന്നല്ല, അത് മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത്. അങ്ങനെയാണ് ഇസ്ലാമിനെ അള്ളാഹുവും അവന്റെ റസൂലും പരിചയപ്പെടുത്തി തന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എന്നത് മാനവ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മതമാണ്. സാമൂഹിക സേവനവും അതേപോലെ തന്നെ മനുഷ്യ സ്നേഹവും പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. സമൂഹത്തെ എങ്ങനെ സേവിക്കണം, മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണം
എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വ്യക്തിയാണ്, ആളാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച ഒരു തിരുവചനമുണ്ട്, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. സമൂഹമേ, ഉമ്മത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മനുഷ്യരിൽ ആരാന്നറിയോ? മനുഷ്യരിൽ ആരാണ് അള്ളാഹുവിന് ഏറ്റവും അഹബ്ബായിട്ടുള്ളത്, ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അൻഫഉഹും ലിന്നാസ്. മനുഷ്യരിൽ ഏറ്റവും ഉപകാരികൾ ആരാണ്? ഉപകാരം ചെയ്യുന്ന ആളുകളാണ് ആരാണ്? അവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ആ ആളുകളാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ കടമയാണ്, ബാധ്യതയാണ് എന്നാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അല്ലാഹു തആലക്ക് നമ്മുടെ ഏറ്റവും പ്രിയം ഉണ്ടാവണമെങ്കിൽ ഈ പള്ളിയിൽ മാത്രം കുത്തിയിരുന്ന പോരാ. പള്ളിയിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തേക്കൊന്ന് ഇറങ്ങണം. പള്ളി വേണ്ടെന്നല്ല, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന്റെ വേദനകളും യാതനകളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അൻഫഉഹും ലിന്നാസ്. മനുഷ്യർക്ക് ഏറ്റവും ഉപകാരികൾ ആരാണോ അവരാണ് അഹബ്ബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, അള്ളാഹുവിന് ഏറ്റവും പ്രിയം എന്നുള്ളത്. അപ്പൊ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യരുടെ ആവശ്യങ്ങൾ നമ്മൾ കണ്ടറിയണം, അത് നിറവേറ്റാൻ മുന്നോട്ട് ഇറങ്ങുകയും ചെയ്യണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രിയം, അള്ളാഹുവിന്റെ ഇഷ്ടം എന്ത് ചെയ്യണം നമുക്ക് കിട്ടുന്നത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എത്രമാത്രം ഈ വിഷയത്തിൽ നീതി പുലർത്തിയിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്ന നുബുവത്തിന് മുമ്പ് തന്നെ സമൂഹവുമായി മനുഷ്യരുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ഇടപഴകി ജീവിച്ചു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി കിട്ടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടുന്നതിന് മുമ്പ് 40 വർഷക്കാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിനിടയിൽ എന്ത് ചെയ്തു? ജീവിച്ചു കാണിച്ചു തന്നു. ആ ആദ്യ വഹി കിട്ടുന്ന സമയത്ത് ജബലുന്നൂറിലെ ഹിറ എന്ന ഗുഹയിൽ വെച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹീന്റെ സന്ദേശം ഇറങ്ങാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ തനി രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ചക്രവാളങ്ങളെ മറയുവോളം 600 ചിറകുകളുമായി വളരെ വലിയ ഗാംഭീര്യത്തോടു കൂടി പ്രവാചകന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചു വറച്ചുപോയി. ആദ്യമായിട്ട് കാണാൻ ഒരു മലക്കിനെ, ഇന്നേ വരെ കണ്ടിട്ടില്ല, ഇന്നേ വരെ കേട്ടിട്ടില്ല ഈ രൂപവും ഈ കോലവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ 600 ചിറകുകളുമായി ഈ ചക്രവാളങ്ങളെ മറക്കുന്ന രീതിയിൽ ഭീമാകാരമായിട്ടുള്ള ഗാംഭീര്യത്തോടു കൂടിയുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിറച്ചുപോയി. പേടിച്ചു വിറച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി ജബലുന്നൂർ ഇറങ്ങി ഓടുക വീട്ടിലേക്ക്. തന്റെ പ്രിയ പത്നി ഖദീജ ബീവിയുടെ അടുക്കലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി ഓടുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, സമ്മിലൂനി ഖദീജ, എനിക്കൊന്ന് പുതപ്പിട്ട് മൂടിത്താ. ഖദീജ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിച്ച് നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിറക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വിറച്ച് പ്രവാചകന്റെ ആകെ പനി ബാധിച്ചിട്ടുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീബിയും, സ്നേഹനിധിയായ ഖദീജ ബീബി വളരെ ആർദ്രതയോടുകൂടി സ്നേഹത്തോടുകൂടി വളരെ സൗമ്യമായിട്ട് സംരക്ഷണമായിട്ട് പ്രവാചകനെ തലോടി വിരിപ്പിൽ കിടത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ചു കൊടുക്കുന്ന ഖദീജ ബീബി ഒരു കുട്ടിയെ കെയർ ചെയ്യുന്നത് പോലെ സംരക്ഷിക്കുന്നത് പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുന്ന ഖദീജ ബീബി പ്രവാചകനോട് കിടക്കുന്ന കിടപ്പിൽ പ്രവാചകനോട് പറയുന്ന വാക്കുകളുണ്ട്. ഖദീജ ബീബി പ്രവാചകനോട് പറഞ്ഞ വാക്കുകളിൽ കാണാം ആരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു, നാടിനും നാട്ടുകാർക്കും എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്തെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ
സാമൂഹിക സേവനത്തിലും മനുഷ്യരോടുള്ള സ്നേഹത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് ഖദീജ ബീവിയുടെ ആ സംസാരത്തിൽ, വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ കാണാം, ഖദീജ ബീബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഇന്നക ലതസിലുർ റഹിമ, പ്രിയതമേ, പ്രിയപ്പെട്ട പ്രിയതമേ, താങ്കൾ ആരാണ്? നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നവനല്ലേ? ഇന്നക ലതസിലുർ റഹിമ, താങ്കൾ എന്തിനാ പേടിക്കുന്നത്? താങ്കൾ കുടുംബ ബന്ധം പുലർത്തുന്നവനല്ലേ? കുടുംബ ബന്ധം മുറിക്കുന്നവൻ എന്നല്ല, കുടുംബ ബന്ധത്തെ പരിഗണിക്കാത്തവൻ എന്നല്ല, കുടുംബ ബന്ധത്തെ ചേർത്ത് വെക്കുന്നവനല്ല താങ്കൾ. തസിലു എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. അറ്റുപോയിട്ടുള്ള കുടുംബങ്ങളെ ചേർത്ത് വെക്കുന്നവനല്ല താങ്കള്. ഒത്തഹമിലുൽ കല്ല, ദുർബലരായിട്ടുള്ള ആളുകളെ സഹായിക്കുന്ന ആളല്ല താങ്കള്. ഒത്തുക്കിരിൽ ലൈഫം, താങ്കളുടെ വീട്ടിലേക്ക് കയറി വരുന്ന അതിഥികളെ മാന്യമായി ആദരിക്കുന്നവനല്ലേ, സൽക്കരിക്കുന്നവനല്ലേ താങ്കള്. സത്യത്തിന്റെ ആവശ്യങ്ങളിൽ ജനങ്ങളെ സഹായിക്കുന്നവനല്ലേ താങ്കള്. നോക്കൂ, ഈ വാക്കുകളൊക്കെ പ്രവാചകരെ, ഇതൊക്കെയാണ് താങ്കൾ. കുടുംബ ബന്ധം പുലർത്തുന്നവനാണ്, സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസം നീക്കുന്ന ആളാണ്, സത്യത്തിന് വേണ്ടി താങ്കൾ നന്നായി സഹായിക്കുന്നവനാണ്, അതിഥികളെ മാന്യമായി സൽക്കരിക്കുന്നവനാണ്. ഇതൊക്കെയാണ് താങ്കൾ പ്രവാചകരെ. പിന്നെ എങ്ങനെ താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവെടിയും? താങ്കൾ ഒരിക്കലും കൈവിടുകയില്ല കേട്ടോ. സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ പരിഗണിക്കുന്ന വാക്കുകളാണ് ഖദീജ ബീവി എന്ന് പറഞ്ഞു കൊടുക്കും. നോക്കും, പ്രവാചകനാവുന്നതിന് മുമ്പ് തന്നെ സമൂഹത്തിന് സേവനം ചെയ്ത ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരെ അങ്ങേയറ്റം സ്നേഹിച്ച വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സമൂഹത്തിന് സേവനം ചെയ്യുന്നവൻ, മനുഷ്യരെ സ്നേഹിക്കുന്നവന്, മനുഷ്യന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നവന് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തില്ല, കൈവിടുകയില്ല. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരന്തങ്ങളും നമ്മുടെ മുമ്പിൽ വന്നാൽ പോലും അല്ലാഹ് കൈവിടുകയില്ല. എങ്ങനെയായാൽ ഈ സമൂഹത്തെ സേവിക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ, മനുഷ്യന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് ഉപകാരികളായി തീരാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹ് കൈവിടുകയില്ല. അതായിരുന്നു പ്രവാചകന്റെ ജീവിതം. അവിടെ ഒതുങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കും, അനാഥകളെ കുറിച്ചിട്ട് പ്രവാചകന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? യതീമുകളെ കുറിച്ച് പ്രവാചകന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അനാഥരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്നേഹവും കരുതലും എത്രമാത്രം വലുതായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി കഹാതൈനി, ഞാനും അതുപോലെ തന്നെ കാഫിലുൽ യതീം, യതീമിനെ സംരക്ഷിക്കുന്നവനും ഫിൽ ജന്നത്തി കഹാതൈനി, സ്വർഗ്ഗത്തിൽ ഇതുപോലെയായിരിക്കട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സബാബത്തും അതേപോലെ തന്നെ ഉസ്തയും നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് കാണിച്ചു കൊടുത്ത, ഇതുപോലെ ആയിരിക്കട്ടോ സ്വർഗത്തില് ആര്? ഞാനും യതീമിനെ സംരക്ഷിച്ച ആളും എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ നടക്കാൻ, സ്വർഗത്തിൽ ഇരിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷിക്കാൻ കഴിയും ആർക്ക്? ഈ യതീമിനെ സംരക്ഷിക്കുന്നവനെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. യതീമിനെ നോക്കേണ്ട ബാധ്യതയാണ്. സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളായ ആ യതീമിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കുള്ള? ഒരു മുസ്ലിമിനുള്ളതാണ് എന്നുള്ളത്. നോക്കൂ, എത്രമാത്രം ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഖുർആൻ ഒരു ചോദ്യം ചോദിച്ചില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. എന്താ ചോദിച്ചത്? നമ്മളൊക്കെ സാധാരണ പാരായണം ചെയ്യുന്ന സൂറത്തുൽ മാഊനിന്റെ ആദ്യത്തിൽ എന്താ ചോദിച്ചത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അറഅയ്ത, നബിയെ കണ്ടില്ലേ? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവനെ, ദീനിനെ കളവാക്കുന്നവനെ, പരലോകത്തെ കളവാക്കുന്നവനെ, പ്രതിഫല ദിവസത്തെ കളവാക്കുന്നവനെ പ്രവാചകനെ താങ്കൾ കണ്ടിട്ടില്ലേ? ആരാ മതത്തെ കളവാക്കിയവൻ? ആരാ ദീനിനെ കളവാക്കിയവൻ? ആരാ പരലോക ദിവസത്തെ കളവാക്കിയവൻ? ആരാ പ്രതിഫല ദിവസത്തെ കളവാക്കിയവൻ? ഹിസാബിനെ കളവാക്കിയവൻ ആരാ? അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ് ആരാണ് കളവാക്കിയവൻ. അവൻ യതീമിനെ പരുഷമായി ആട്ടിയോടിച്ചവനാട്ടോ, മാറ്റി നിർത്തിയവനാണ്. യതീമിനെ സംരക്ഷിക്കാതെ യതീമിനെ സമൂഹത്തിൽ നിന്ന്, തന്നിൽ നിന്ന് മാറ്റി നിർത്തിയവനാണ് ആര്? ഈ ദീനിനെ കളവാക്കിയവൻ എന്നുള്ളതാണ്.
പരലോകത്തെ കളവാക്കിയവൻ എന്നുള്ളതാണ്. അപ്പൊ നോക്കും, ദീനിനെ കളവാക്കലാണ് എന്ത്? യതീമിനെ മാറ്റി നിർത്തുക എന്നുള്ളത്. യതീമിനെ സംരക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദീനിനെ കളവാക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത്, കളവാക്കിയവനാണ് എന്നുള്ളത്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യഹുല്ലു വലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ, മിസ്കീനിന്റെ, ദരിദ്രന്റെ ഭക്ഷണക്കാര്യത്തിൽ ഒരു പ്രോത്സാഹനം കൂടി നൽകാത്തവൻ എന്നാണ്. അല്ലാഹ് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകാത്തവൻ എന്നല്ല, ഭക്ഷണം നൽകാൻ എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു വിഷയത്തിൽ ഒരു പ്രോത്സാഹനവും മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ പോലും കഴിയാത്തവനും ഈ ദീനിനെ കളവാക്കിയവനാണ്. അങ്ങനെ കളവാക്കിയവരെ താങ്കൾ കണ്ടിട്ടില്ല പ്രവാചകരെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഗ്രന്ഥത്തിൽ. അപ്പൊ പാവപ്പെട്ടവന്റെ, യതീമിന്റെ, പ്രയാസപ്പെടുന്നവന്റെ ഭക്ഷണ കാര്യത്തിലും, അതേപോലെ തന്നെ മരുന്നിന്റെ വിഷയത്തിലും, അതേപോലെ തന്നെ പാർപ്പിട വിഷയത്തിലും, മറ്റു ആവശ്യ വസ്തുക്കളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ആരാണ്? നമ്മൾ വിശ്വസിച്ചു എന്ന് നമ്മൾ പറയുന്ന ഈ ദീനിനെ കളവാക്കിയിട്ടുള്ള ആളുകളാണ് എന്നാണ് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിച്ചത്. നോക്കും, സാമൂഹിക സേവനവും വിശ്വാസവും എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. സാമൂഹിക സേവനവും പാവപ്പെട്ട ജനങ്ങളുടെ, മനുഷ്യരെ സ്നേഹിക്കലും അവർക്ക് ചെയ്തു കൊടുക്കലും നമ്മുടെ ഈമാനും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ഈ സൂറത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലുള്ള വിധവകളായിട്ടുള്ള ആളുകൾ ആ വിധവകളെ പരിഗണിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. വിധവകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ദരിദ്രർക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവൻ, പണിയെടുക്കുന്നവൻ, വിധവകളെ സഹായിക്കുന്നവൻ, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നവൻ ആരാണ്? കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ പോരാടുന്നവനെ പോലെയാണ്, ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. ആര്? ഈ വിധവകളായിട്ടുള്ള സ്ത്രീകളെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനും, സമൂഹത്തിലെ മിസ്കീനായിട്ടുള്ള, ദരിദ്രരായിട്ടുള്ള, അഗതികളായിട്ടുള്ള ആളുകൾക്ക് അവരെ പരിഗണിക്കുന്നവനും മുജാഹിദിനെ പോലെയാണ്, ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എത്രമാത്രം പ്രതിഫലം കിട്ടും, എത്രമാത്രം പ്രതിഫലം ഉണ്ട് ഈ വിഷയത്തിൽ. അതേപോലെ തന്നെ അയൽവാസികളുടെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അയൽവാസികൾ നമ്മുടെ സമൂഹമല്ലേ, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ അവർ, നമ്മുടെ ചാരത്ത് നിൽക്കുന്ന ആളുകളല്ലേ അയൽവാസികൾ. അവരെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അയൽവാസികളെ കുറിച്ച് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു അയൽവാസികളെ കുറിച്ച്. അവസാനം ഞാൻ അങ്ങ് കരുതി പോയി, എന്ത്? എന്റെ അനന്തര സ്വത്ത് പോലും അയൽവാസികൾക്ക് നൽകേണ്ടി വരുമോ, നൽകാൻ ഇപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുമോ എന്ന് ഞാൻ കരുതിപ്പോയി. അത്രത്തോളം അയൽവാസികളുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വസിയത്ത് നൽകിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ആ അയൽവാസികളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസൽ മുഅ്മിൻ അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ. ഒരു അയൽവാസി വിശന്നിരിക്കെ ഒരു വയറ് നിറച്ച് ഉണ്ണുന്നവൻ അവൻ വിശ്വാസിയല്ലട്ടോ, മുഅ്മിനല്ലട്ടോ, മുഅ്മിനാകാൻ അവന് കഴിയില്ലട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണോ ഈ വിഷയത്തിൽ? നമ്മളൊക്കെ എത്രമാത്രം ഇതിന് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അയൽവാസി ആരും ആയിരിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, എങ്ങനെയുള്ള ആളായിരിക്കോട്ടെ, അയൽവാസിയാണ്, മനുഷ്യനാണോ എന്നുള്ളതാണ്. മനുഷ്യനാണെങ്കിൽ അവനെ പരിഗണിക്കാതെ നമ്മൾ വീട്ടില് ബിരിയാണി, മന്തി, മൽഫാം, ഷവായ് ഇങ്ങനെ വാങ്ങി കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഭക്ഷിക്കുക എന്നുള്ളത് ആ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു സംഗതിയാട്ടോ. ഈമാൻ എന്ത് ചെയ്യും? പോയി പോകും. പ്രവാചകന്റെ ഉപദേശങ്ങള് അത് വാക്കിൽ മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഇത് കാണിച്ചു തന്നു. ആ പ്രവാചകനെ കുറിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഒരു നല്ല ഉത്തമ മാതൃക ഉസ്വത്തുൻ ഹസന ഉണ്ട് പ്രവാചകനിൽ ഇട്ടോ. എന്താണ് ആ ഉസ്വത്തുൽ ഹസന? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടില്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഒരിക്കൽ ഒരു ആടിനെ അറുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മാംസമൊക്കെ ഒരുക്കി കൊടുത്തതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വന്ന സമയത്ത്, സമയങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ആയിഷ ബീബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ആയിഷ ഇനി എന്താ ബാക്കിയുള്ളതെന്ന്?
മാ ബക്കിയ മിൻഹ, ആടിന്റെ ഇറച്ചിയിൽ എന്താ ഇനി ബാക്കിയുള്ളത്? അപ്പൊ ആയിഷ ബീബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോഴേക്കും ആയിഷ ബീബി കുറെ ആൾക്ക് കൊടുത്തിട്ടോ, കുറെ അയൽവാസികൾക്ക് എന്ത് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവസാനം ആയിഷ ബീബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, മാ ബക്കിയ മിൻഹ ഇല്ലാ കതഫ, പ്രവാചകർ അതിന്റെ ഈ തോളിന്റെ എല്ലുണ്ടല്ലോ, ഈ മുൻകാലിന്റെ ഈ മുൻകൈയിന്റെ ആ ഭാഗത്തെ ഇറച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ, ഇനി ബാക്കിയൊക്കെ കൊടുത്തു, ഫുൾ കൊടുത്തു കഴിഞ്ഞിട്ടോ, അത് മാത്രമേ ഇനി നമുക്കുള്ളൂട്ടോ എന്ന് ആയിഷ ബീബി പറഞ്ഞ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിയോട് പറയാട്ടോ, ബഖിയ കുല്ലഹ ഖൈറ കത്ഫഹ, ആയിഷ ആ കത്ഫ് അല്ലാത്തൊക്കെ നമുക്ക് ബാക്കിയായി, ആ കത്ഫ് അപ്പൊ നമുക്ക് ബാക്കിയില്ലാത്ത ഏത് ഈ എടുത്തു വെച്ചിട്ടുള്ള സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ തോളിന്റെ അല്ലെങ്കിൽ മുൻകൈയിന്റെ മുൻകാലിന്റെ ആ ഇറച്ചി മാത്രമാണ് നമുക്കില്ലാത്തത്, ബാക്കിയൊക്കെ നമുക്ക് കിട്ടിട്ടോ എന്ന് വെച്ചാൽ കൊടുത്തതൊക്കെ എന്ത് ചെയ്ത് നമുക്ക് കിട്ടിട്ടോ, അതൊക്കെ നമുക്ക് ബാക്കിയുണ്ട്, ഇതാണ് നമുക്ക് ഇല്ലാത്ത കേട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പ്രവാചകൻ കാണിച്ചു തരികയാണ് ഞാൻ എങ്ങനെ ഒരു അയൽവാസിയാകണം. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം ആ സമൂഹത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു അയൽവാസിയോട് ഞാൻ എങ്ങനെ പെരുമാറണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് കാണിച്ചു തന്നിട്ടാ പോയത്. അതാണ് മാനവികതയുടെ മൂല്യങ്ങൾ നിറസാക്ഷിയായിട്ടുള്ള നേർസാക്ഷിയായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ പ്രവാചകന്റെ മദ്രസയിൽ ദീൻ പഠിച്ച സ്വഹാബത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ആ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളല്ലേ സ്വഹാബത്ത് പഠിച്ചത്. ആ സ്വഹാബത്ത് പഠിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ വെച്ചിട്ടല്ല ദീനിന്റെ അധ്യാപനങ്ങൾ പഠിച്ചത്. ഇങ്ങനെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ചെയ്ത് മാനവ മൂല്യങ്ങൾ ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത് ആ സ്വഹാബത്ത് കണ്ടപ്പം ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് നബവി റസൂലുള്ളാന്റെ പള്ളിയിൽ സുബൈ നമസ്കാരത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടി സുബൈന്റെ സലാം വീട്ടി ആ സ്വഹാബത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് പെടുന്നനെ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി റസൂലുള്ളാന്റെ സ്വഹാബത്തിൽ നിന്ന് ആ പള്ളിയിൽ നിസ്കരിച്ച സൊഫിൽ നിന്ന് ഒരു സ്വഹാബി എഴുന്നേറ്റ് പോവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ ഒന്ന് നോക്കി, എന്താണ് അദ്ദേഹം പെടുന്നനെ എഴുന്നേറ്റ് പോയത്? ദിക്റുകളില്ല, ദുആകളില്ല. ബാക്കിയുള്ള സ്വഹാബത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നതാ ദിക്റും ദുആവും ചെല്ലുന്ന സമയത്ത് ഇതാ ഒരു സ്വഹാബി എഴുന്നേറ്റ് പോകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഒന്ന് നോക്കി, അദ്ദേഹം പെടുന്നനെ എഴുന്നേറ്റ് പോയി. പിറ്റേ ദിവസവും റസൂൽ ഈ സുബഹി നമസ്കാരത്തിൽ സലാം വീട്ടിയ സമയത്ത് ഇതാ ആ സ്വഹാബി തന്നെ പിന്നെയും പെടുന്നനെ എഴുന്നേറ്റ് അന്ന് ഇതാ ഓടിപ്പോകുന്നു വീട്ടിലേക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാം ദിവസവും ഒന്ന് ആ സ്വഹാബിയെ ഒന്ന് നോക്കി. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ദിവസവും ഇതേപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിയപ്പോഴേക്കും ഇതാ ഈ സ്വഹാബി പെടുന്നനെ എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു, യാ അബൂദുജാന, എന്തു പറ്റി? 3 ദിവസമായി ശ്രദ്ധിക്കുന്നു, താങ്കൾ ഇങ്ങനെ പെടുന്നനെ എഴുന്നേറ്റ് പോകുന്നു, എന്തു പറ്റി? ബാക്കിയുള്ള ആളുകളൊക്കെ ദിക്റുകളും ദുആകളൊക്കെ ഇരുന്ന് ചെല്ലുമ്പോ താങ്കൾ എന്തിനാ അബൂദുജാന, എന്ത് പറ്റി താങ്കൾക്ക് ഇങ്ങനെ പെടുന്നനെ എഴുന്നേറ്റ് വീട്ടിലേക്ക് ഓടാൻ? ആ സമയത്ത് മഹാനായ അബൂദുജാന റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. എന്താ അബൂദുജാന റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? പ്രവാചകരെ, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ സഹോദരന്മാർ ഈ സ്വഹാബത്ത് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ കൂടെ തന്നെ ദിക്റുകളും ദുആകളും ഉരുവിട്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല പ്രവാചകരെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നത്. എന്റെ വീടിന്റെ അടുത്ത് ഒരു ജൂതന്റെ തോട്ടമുണ്ട്. ആ ജൂതന്റെ തോട്ടത്തിൽ നിറയെ ഈത്തപ്പനകളാണ്. ആ ഈത്തപ്പനകളിൽ മുഴുവൻ ഈത്തപ്പഴങ്ങളാണ് പ്രവാചകരെ, ഒക്കെ എല്ലാം പാകമായിട്ടുള്ള ഈത്തപ്പഴങ്ങൾ. രാത്രി കാലങ്ങളിൽ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ആ ഈത്തപ്പനകളിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ ധാരാളമായിട്ട് എന്റെ വീടിന്റെ മുറ്റത്തേക്ക് വീഴും. എന്റെ മക്കൾ പ്രവാചകരെ പട്ടിണിയോടുകൂടിയാണ് അവർ കിടന്നുറങ്ങുന്നത്. ദിവസങ്ങളായി അവർ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയാണ് എന്റെ പിഞ്ചു മക്കൾ കിടന്നിറങ്ങുന്നത്. അവർക്കറിയാം പ്രവാചകരെ, രാത്രി സമയങ്ങളിൽ തങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് ഈത്തപ്പഴങ്ങൾ വീഴുമെന്നും അതെടുക്കാൻ അവർ ഓടി വരും പ്രവാചകരെ. ഇന്നലെ തന്നെ ഞാൻ പോയ സമയത്ത് എന്റെ ചെറിയ കുഞ്ഞുമോൻ, എന്റെ ചെറിയ കുട്ടി മുറ്റത്തേക്ക് ഇറങ്ങി ഒരു ഈത്തപ്പഴം അവന്റെ വായിലിട്ടിരുന്നു. പ്രവാചകരെ, ഞാൻ വന്ന ഉടനെ തന്നെ എന്റെ പിഞ്ചു പൈതലിന്റെ, എന്റെ ചെറിയ കുട്ടിന്റെ വായിലേക്ക് എന്റെ വിരലുകൾ പ്രവേശിച്ചിട്ട് ആ ഈത്തപ്പഴം എടുത്ത് ഞാൻ ജൂതന്റെ സ്ഥലത്തേക്ക്, തോട്ടത്തേക്ക് എറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കുട്ടിയോട് പറഞ്ഞു, പ്രവാചകരെ, മക്കളെ, അരുത്, ഹറാമാണ്, അത് നമുക്ക് ഹലാലല്ല. പട്ടിണിയാണെങ്കിൽ പോലും, വിശന്നാൽ പോലും അന്യന്റെ മുതല് നമ്മൾ എടുത്ത് ഭക്ഷിക്കരുതിട്ടോ എന്ന് ഞാൻ എന്റെ മക്കളോട് ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവാചകരെ, എന്റെ മക്കൾ കുഞ്ഞുമക്കളാ.
വളരെ പ്രയാസപ്പെട്ട് പട്ടിണിയോടുകൂടിയാണ് ദിവസങ്ങളോളം അവർ കിടന്നിറങ്ങുന്നത്. പ്രവാചകരെ അവർ മറക്കും, ഇനിയും അവർ മറക്കും പ്രവാചകരെ. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് പെടുന്നതിനെ ഓടിപ്പോകുന്നതും അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ ഈത്തപ്പഴങ്ങളൊക്കെ ജൂതന്റെ തോട്ടത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ഞാൻ ഓടിപ്പോകുന്നത് പ്രവാചകരെ എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു സങ്കടത്തോടുകൂടിയും ലജ്ജയോടുകൂടിയും ആ സ്വഹാബികളുടെ മുമ്പിൽ വെച്ച്, മദീന പള്ളിയിൽ വെച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിൽ വെച്ച് ഇത് പറഞ്ഞ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെ സഫിൽ നിന്ന്, പ്രവാചകന്റെ തൊട്ടു പിറകിൽ നിന്ന് ഒരു നീണ്ടു വെളുത്ത് മലിഞ്ഞ ഒരു സ്വഹാബി, സുന്ദരനായ ഒരു സ്വഹാബി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നീണ്ടു വെളുത്ത് മലിഞ്ഞ സ്വഹാബി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജസീറത്തുൽ അറബിലേക്ക് നുബുവത്തിന്റെ പ്രകാശവുമായി കടന്നു വരുന്ന സമയത്ത് ആ നുബുവത്തിന്റെ പ്രകാശം ആദ്യമായി സ്വീകരിച്ച മഹാനാണ് അദ്ദേഹം. ആ നുബുവത്തിന്റെ പ്രകാശം ആദ്യമായി സ്വീകരിച്ചവനാണ് ആ മഹാൻ. അതേപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്റെ യജമാനൻ ഉമയ്യത്ത് അതികഠിനമായി ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ, പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ ഉമയ്യത്ത് എത്രയാണോ ബിലാൽ റളിയല്ലാഹുവിനെ വില കൽപ്പിച്ചതും അത്രയും വില കൊടുത്ത് ബിലാലിനെ മോചിപ്പിച്ച മഹാനാണ് അദ്ദേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞാലും പ്രവാചകനാണോ പറഞ്ഞത് അത് സത്യമാണെന്ന് ഒരു സംശയവുമില്ലാതെ, യാതൊരു സംശയവുമില്ലാതെ സത്യപ്പെടുത്തുന്ന മഹാനാണ് ആ സ്വഹാബി വര്യൻ, ആ നീണ്ടു വെളുത്ത് മലിഞ്ഞ സ്വഹാബി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നീണ്ടു വെളുത്ത മലിഞ്ഞ സ്വഹാബിയെ വിളിച്ചു സിദ്ദീഖ് എന്ന് വിളിച്ചു. സിദ്ദീഖ് എന്ന് പേര് കെട്ടിയിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് ആ സ്വഹാബികത്ത് തന്റെ സ്വഹാബികള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് കേൾക്കെ ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്രവാചകരെ, എന്റെ സഹോദരൻ അബൂ ദുജാനക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ആ ജൂതൻ എത്രയാണോ ആ തോട്ടത്തിന് വില കൽപ്പിച്ചത് അത്രയും വില കൊടുത്ത് ഞാൻ വാങ്ങിക്കൊടുക്കാൻ, അബൂ ദുജാനക്കും മക്കൾക്കും വാങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബികള് ഈ വാക്കിനെ കേട്ടത് തക്ബീറോടുകൂടിയും തഹ്ലീലോടുകൂടിയും അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വാക്കുകൾ അവർ സ്വീകരിച്ചത്. ഈ സമൂഹത്തെ നോക്കിയിട്ടാണ്, ഈ സ്വഹാബത്തിനെ നോക്കിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ ദീൻ പഠിച്ചും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഈ ഉമ്മത്തിനെ, ആ സ്വഹാബികളെ നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകനെ വിശ്വസിച്ച അനുചരന്മാരും ആരാണ്? അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അവർ പരസ്പരം കരുണയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. പരസ്പരം സ്നേഹത്തോടുകൂടിയും പരസ്പരം അനുകമ്പയോടുകൂടിയും പരസ്പരം കരുതലോടുകൂടിയും ജീവിക്കുന്ന ആളുകളാണ് പ്രവാചകനിൽ വിശ്വസിച്ച വിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖുർആനിൽ പ്രഖ്യാപിക്കുക. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ ദീൻ പഠിച്ച പ്രവാചക അനുചരന്മാരുടെ കഥ, ജീവിതം. പ്രവാചകൻ എങ്ങനെയാണോ മാനവികത മൂല്യം പഠിപ്പിച്ചു കൊടുത്തത്, ഒരു സമൂഹത്തെ എങ്ങനെ സേവിക്കണം, മനുഷ്യൻ നമ്മുടെ സഹോദരന്മാരെ എങ്ങനെ സ്നേഹിക്കണം, അവരെ എങ്ങനെ അവർക്ക് എങ്ങനെ കരുതൽ നൽകണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജീവിതത്തിൽ പകർത്തി. ഇനി നമ്മളോ? നമ്മുടെ ജീവിതം എന്താ? ആ ദീനിൽ വിശ്വസിച്ച ആളുകളാണ് നമ്മൾ. ആ അവർ ചൊല്ലിയിട്ടുള്ള ഷഹാദത്തിന്റെ കലിമകൾ, പദങ്ങൾ തന്നെയാണ് നമ്മളും ചൊല്ലിയത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്. അവർ ജീവിച്ച ജീവിത രീതി അതാണ്. ഇനി നമ്മുടെ ജീവിത രീതിയോ? നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ഫ്രിഡ്ജ് ഫുള്ളാ, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഫുള്ളാ, ഒരു ഒഴിവില്ല അതില്. ഇനി അതിലേക്കൊന്ന് കയറ്റി വെക്കാൻ എന്തില്ല? ഒഴിവില്ല. ഇന്ന് കഴിച്ചതിന്റെ ബാക്കി അതിലുണ്ട്. 2 ദിവസം 3 ദിവസം പിന്നെ എടുത്തു വെക്കും. എന്തേ? ഇനി ഇതിലേക്ക് പോകൂല. അപ്പൊ അവർ എടുത്തു വെച്ചു. അവസാനം 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് പുറത്തേക്ക് കളയും. ഇങ്ങനെയുള്ള അവസ്ഥ. ആ സമയത്ത് നമ്മുടെ അയൽപ്പക്കത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ചെന്താ, അവർക്ക് പട്ടിണിയൊന്നുമില്ല. ഇന്ന് ആരാ ഈ കാലഘട്ടത്തിൽ, ഇന്ന് ലോകത്ത് ആരാ പട്ടിണി എടുക്കുന്നുള്ള. പക്ഷെ ആലോചിച്ചോ, ഒന്ന് അന്വേഷിച്ചോ, ഒന്ന് ചിന്തിച്ചോ, തന്റെ സഹോദരൻ, തന്റെ വീട്ടിന്റെ അടുത്തുള്ള ആള് എങ്ങനെ കഴിയണമെന്നുള്ളത് അടുത്തോ. ചിലപ്പോ അന്ന് ആ വീട്ടിലെ അയൽപ്പക്കത്തുള്ള ആ വീട്ടിലെ കുട്ടി ചിലപ്പം ഉമ്മാനോട് ബിരിയാണി പറഞ്ഞിട്ടുണ്ടാവും. ബിരിയാണി വെക്കല്ലേ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഉമ്മ നോക്കിയിട്ടുണ്ടാവും അന്ന് ബിരിയാണി വെക്കാൻ അവിടെ സാധനം ഉണ്ടായിണ്ടാവില്ല. അപ്പൊ പറയും, എന്നാ പിന്നെ ഒരു ഈസ ആക്കാൻ, ഇല്ലേ? പറയാറില്ല വീട്ടിൽ നിന്ന്.
ആ പറഞ്ഞ ദിവസം ആ പിഞ്ചു പൈതൽ ആ കൊതിയോടുകൂടി പൂതിയോടുകൂടി ആ കിടന്നുറങ്ങിയത്. അപ്പോഴാ നമ്മൾ എന്ത് ചെയ്ത് മന്തി, ബിരിയാണി, അൽഫാം അതിന്റെ മേലൊരു സവനപ്പ് നിന്നിട്ട് നമ്മൾ എന്ത് ബാക്കിയുള്ള ഫ്രിഡ്ജിലും വെച്ച് നമ്മൾ കിടന്നുറങ്ങിയത്. ഒന്ന് ആലോചിച്ചോക്കെ. ഇതുപോലെ എത്ര സൗകര്യങ്ങളാണ്, സുഖ സൗകര്യങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അയൽപക്കത്തെ ചിന്തിക്കാതെ, ഈ നാടിനെ ചിന്തിക്കാതെ, സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളെ പ്രയാസങ്ങൾ ആലോചിക്കാതെ, അള്ള തന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കട്ടോ, അനുഭവിക്കണ്ട എന്ന് കൂടി പറഞ്ഞിട്ടില്ല. അള്ള ഹലാലാക്കിയിട്ടുള്ള ആസ്വാദനങ്ങൾ അനുഭവിച്ചോ, ആസ്വദിച്ചോ, സൗകര്യങ്ങളും അനുഭവിച്ചോ, ആസ്വദിച്ചോ. പക്ഷെ സമൂഹത്തെ മറന്നുകൊണ്ടിട്ടാണെങ്കിൽ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച് മതത്തെ കളവാക്കിയവനെ കണ്ടിട്ടുണ്ടോ പ്രവാചകരെ എന്ന് ചോദിച്ച ചോദ്യത്തിൽ നമ്മളും പെട്ടുവിട്ടോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സദഖത്തും മിൻ മാലി വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ വമാ തവാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅല്ലാഹ്. പിന്നെ സ്വതക്ക കൊടുത്തതൊന്നും സ്വതക്ക കാരണം ഒരാളുടെയും സമ്പത്ത് കുറയില്ലട്ടോ. ധാരാ പറഞ്ഞതെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് വഹ്യ് കിട്ടുന്ന, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വതക്ക കൊടുത്തു കാരണം ഒരാളുടെയും സമ്പത്ത് കുറയില്ലട്ടോ. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. ഒരാൾക്ക് മാപ്പ് കൊടുത്താലേ അവന്റെ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുന്ന. നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടീഴ്ച ചെയ്താൽ, മാപ്പ് കൊടുത്താൽ നമ്മുടെ പ്രതാപം എന്ത് ചെയ്യാണ്? വർദ്ധിപ്പിക്കാതിരിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കാതിരിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വർദ്ധിപ്പിക്കും, പ്രതാപം വർദ്ധിപ്പിക്കും. മൂന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ തമല അഹദും ലില്ലാഹി ഇല്ലാ റഫഅല്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് ആരെങ്കിലും വിനയം കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ്ദേഹത്തെ സമൂഹത്തിൽ ഉയർത്തി കൊണ്ടുവരുന്ന എല്ലാവരുടെ മുമ്പിൽ എന്ത് ചെയ്യും? എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെയും ഉയർത്തും, നാളെ പരലോകത്ത് എന്ത് ചെയ്യും? അള്ളാഹു ഉയർത്തും. അപ്പോ 3 കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന്, സ്വതക്ക കൊടുത്താൽ എന്ത് ചെയ്യില്ല? കുറയില്ല. നമുക്ക് പലപ്പോഴും പേടിയുണ്ട്. എന്ത്? ഇതിപ്പോ പ്രത്യക്ഷത്തിൽ നമുക്ക് കുറഞ്ഞു തോന്നാം. ഇപ്പൊ 10 റുപ്യന്ന് ഒരു 5 റുപ്യ കൊടുത്താൽ ബാക്കി 5 റുപ്യ ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രത്യക്ഷമാണ്. പക്ഷേ എങ്ങനെയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചത്? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണെന്നറിയോ? വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുല്ലാഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്ത് തന്നെ ചെലവഴിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് പകരം തരുന്നു. കാരണം വഹുവ ഖൈറുർ റാസിഖീൻ, റിസ്ക് നൽകുന്നവരിൽ ഉത്തമനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അല്ലാഹു റാസിഖാണ് എന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ, അല്ലാഹു റാസിഖല്ലേ? ആണ്. അല്ലാഹു റാസിഖാണ്. അല്ലാഹു ആണ് ഉപജീവന മാർഗം നമുക്ക് വിശാലമാക്കി തരുന്നത്. ആ വിശാലമാക്കി തന്നവനാ നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ പകരം തരുട്ടോ. നമ്മൾ അറിയാത്ത രീതിയിൽ അത് ഒരു വർധനവുണ്ടാവുന്നേ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉള്ള സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബർക്കത്ത് തരുന്ന. ചില ആളുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറെ പൈസ ഉണ്ട്, കുറെ പണം ഉണ്ട്, പക്ഷെ എന്തില്ല? ബർക്കത്തിൽ എന്താ? എപ്പോഴും രോഗം, അസുഖങ്ങൾ, പല അപകടങ്ങളും, പല നഷ്ടങ്ങളും, പലതിലും നഷ്ടം, വിചാരിക്കാത്ത രൂപത്തിൽ പല നഷ്ടം. എന്തേ സംഭവം? കിട്ടുന്ന പണമൊന്നും എന്ത് ചെയ്യുന്നില്ല? തികയണില്ല. എന്താ സംഭവം? ബർക്കത്ത് നഷ്ടപ്പെട്ടിട്ടാ. ഈ ബർക്കത്ത് ആര് തരണം? അല്ലാഹു തരണം. അത് അല്ലാഹു തരും. അങ്ങനെയാണ് ഈ സമ്പത്തിൽ ഒരു വർധനവ് എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണ്ടാക്കിയത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് ഇത് നമുക്ക് ഇന്നതും ആക്കാമെന്ന കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും അത് ഇന്നതൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ആര് തീരുമാനിക്കണം? അല്ലാഹു തീരുമാനിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് തരും. അതേപോലെ തന്നെ പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന. അതുകൊണ്ട് സ്വതക്ക ചെയ്യാൻ എന്തേക്ക് ഒരു മടി നിങ്ങൾ കാണിച്ചെടുത്തിട്ടാ. എത്രത്തോളം വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് സ്ത്രീകളുടെ അടുക്കിലേക്ക് ചെല്ലും. കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടാവും.
ബിലാൽ അള്ളാഹിന്റെ മടിയൊക്കെ കാണിച്ചിട്ട്, തുണിന്റെ മടിയൊക്കെ കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ബിലാൽ അള്ളാഹിനെ ചെല്ലുക പ്രവാചകന്റെ കൂടെ. എന്തിനാണെന്നറിയോ? എന്നിട്ട് പ്രവാചകൻ സ്ത്രീകളായിട്ട് പറയുന്നത്, യാ മാഅ്ശറൻ നിസാ, ഈ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ വേഗം സദഖ ചെയ്തിട്ട് ധർമ്മം ചെയ്യട്ടാ, നിങ്ങൾ ധർമ്മം ചെയ്യുവിൻ. ഫൈനി ഉരീത്തുകുന്ന അക്സർ അഹ്ലിൻ നാർ, നരകത്തിൽ നിങ്ങളെട്ടോ ഞാൻ കൂടുതൽ കണ്ടതിട്ടോ. എനിക്ക് നരകം കാണിക്കപ്പെട്ട സമയത്ത് ആ നരകത്തിൽ നിങ്ങളെ കൂടുതൽ കണ്ടത്, അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഇതാ ധർമ്മം ചെയ്യട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് പോകും. ബിലാൽ അള്ളാഹിനെ മടി കാണിച്ചു കൊടുക്കും. ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട് എന്ത്, അതാണ്ട് കേട്ട സമയത്ത് സ്ത്രീകള് തങ്ങളുടെ ആഭരണങ്ങൾ ഇങ്ങനെ ഊരിയെടുക്കുന്ന, കമ്മൽ ഇങ്ങനെ ഊരിയെടുക്കും, മാല ഊരിയെടുക്കും, മോതിരം ഊരിയെടുക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് കൊടുക്കുന്ന, ആ മടിത്തട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഹദീസിൽ വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഇസ്ലാമിന്റെ ഒരു കാര്യമാണ്. ഇസ്ലാമിന് വേണ്ടിയിട്ട്, അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. അള്ളയാണ് ഈ സമ്പത്ത് തരുന്നവൻ. ആ സമ്പത്ത് തന്ന ഉടമസ്ഥൻ തന്നെ പറയാണ്, നിങ്ങൾ ചെലവഴിക്കണം കേട്ടോ. അതുമൂലം നിങ്ങൾക്കൊന്നും എന്തെയില്ല, കുറവ് വരൂല, നിങ്ങൾക്ക് പകരമായിട്ട് തരും, വർധനവ് തരുട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കണം. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എത്രത്തോളം ഈ സമയത്ത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ഖുത്ബയിലെ എല്ലാ നല്ല പ്രവൃത്തികളും നീ സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും പ്രയാസപ്പെടുന്ന ആളുകൾ. അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷവും സമാധാനം ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും മക്കളിലും നീ കണ്ണിന് കുളിർമ നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.